മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇഡി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താൻ എതിർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കണ്ണൂർ ഡി.സി.സി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ വിഷയത്തിൽ നിലപാട് വിശദീകരിക്കുന്നത്. അതെന്തിനാണെന്ന് നോക്കിയാണ് പ്രതികരിക്കുക. കേരളത്തിൽ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ലൈഫ് അഴിമതി കേസും ഏറ്റവും ഒടുവിൽ മാസപ്പടി ആരോപണവും ഒക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോയിട്ട് മൊഴിയെടുക്കാൻ പോലും ഇഡി തയ്യാറായിട്ടില്ല. കേരളത്തിൽ ബി.ജെ.പിയുമായി CPM-ന് അന്തർധാരയുണ്ടെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. കൊടകര കുഴൽപ്പണ കേസിൽ കെ സുരേന്ദ്രനെയും മകനെയും പ്രതിയാക്കാതെ സഹായിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. വടകരയിലും തൃശൂരും കോൺഗ്രസ് ജയിക്കില്ലെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. വടകരയിൽ എന്ത് തന്നെയായാലും ബി.ജെ.പി ജയിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ ആരാണ് അവിടെ ജയിക്കുകയെന്ന് സുരേന്ദ്രൻ പറയണം. CPM-ഉം ബി.ജെ.പിയും ഒന്നിച്ചെതിർത്താലും കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDF ജയിക്കും. കരുവന്നൂരിൽ ഇഡി കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് പേടികൊണ്ടാണ്. കയ്യാലപ്പുറത്തെ തേങ്ങയെ പോലെയാണ് CPM നേതാക്കളെ ഇഡി പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന പേടി അവർക്കുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഭ്രാന്ത് പിടിച്ച ഫാസിസ്റ്റ് ഭരണകൂടമായി നരേന്ദ്രമോദി സർക്കാർ മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കേണ്ട ഫണ്ടുകൾ പോലും തടഞ്ഞു വെക്കുന്നു. വൻ മുതലാളിമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയിട്ടും കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയിരിക്കുകയാണ് ബി.ജെ.പി എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇ.പിക്ക് ബന്ധമുള്ള വൈദേകം റിസോർട്ടിനെ കുറിച്ച് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വൈദേകവുമായി നിരാമയ്ക്ക് ബിസിനസ് ബന്ധമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖറും ഇ.പി. ജയരാജനും സമ്മതിച്ചിട്ടുണ്ട്. ആരോപണം തെളിയിച്ചാൽ തനിക്ക് സ്വത്ത് എഴുതി തരാമെന്നാണ് ഇ.പി. ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അത് കിട്ടിയാൽ പാവങ്ങൾക്ക് കൊടുക്കുമെന്നും സതീശൻ പറഞ്ഞു. തനിക്കെതിരെ വിഭ്രാന്തിയോടെ എന്തൊക്കെയോ പറയുകയാണ് ഇ.പി. ജയരാജൻ. താൻ അശ്ലീല വീഡിയോ മോർഫ് ചെയ്ത് നിർമ്മിക്കുന്നയാളാണെന്നാണ് ഇപ്പോൾ LDF കൺവീനർ പറയുന്നത്. തിരുവനന്തപുരത്ത് നിരാമയ വൈദേകം ബിസിനസ് ഗ്രൂപ്പിന്റെ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയും ഒന്നിച്ച് ഇ.പിയുടെ കുടുംബം നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് വക്താവ് ചാനൽ ചർച്ചയിൽ ഇക്കാര്യം പുറത്തുവിട്ടിട്ടുണ്ടെന്നും വ്യക്തമായ തെളിവോട് കൂടിയാണ് താൻ ആരോപണം ഉന്നയിച്ചതെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി.